ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്തി. ആദ്യമൊക്കെ കളിയാക്കിയവരൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങളൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങളെ കാണുമ്പോൾ ഒരു കളിയാക്കുന്നയാലും ഒരു സപ്പോർട്ട് ചെയ്യുന്നതായാലും ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞൊന്നും വിചാരിക്കുന്നു. വെച്ചാൽ എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഒന്നിനും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ വെച്ചാൽ കുറച്ചാലും ചെങ്ങായിമാരുടെ 5-8 ആൾക്കാർ റോൾസ് അല്ലാണ്ട് ഇപ്പം എങ്ങനെ ഇപ്പൊ എന്താ പറയാ നെജു നല്ല നില എത്തിയതുകൊണ്ട് കുറച്ച് എന്റെ ഒപ്പം നിൽക്കുന്ന ആളാണ്ട് ഇല്ലാത്തൊരു 5-8 ആൾക്കാരേ ഉള്ളൂ. അവര് എന്താ പറയാ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഇതാവും. കാരണം വെച്ചാൽ 5-8 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാത്ത ആൾക്കാരിലും എന്താ പറയാ അത് കൂടുതൽ ഫേക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായത്. അതൊക്കെ അങ്ങനെ ഒരാളെ കിട്ടിയ ഇവർ മാത്രം. ഞാൻ ഇവനെ അതുപോലെ കുറച്ച് കൗൺസിലില് നമ്മളെ കുറച്ച് ആൾക്കാർ ഫെബി ഇജാസ് അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം. എല്ലാണ്ട് എന്റെ ഒപ്പം നിന്ന ആൾക്കാർ ഉള്ള ആൾക്കാരും ഫേക്ക്. കാരണം വെച്ചാൽ ഇപ്പൊ ഇവനോട് പറയും എന്താ പറയാ അനക്ക് സ്നേഹം കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം നിർബന്ധമായിട്ട്. ഞാൻ ഇവരോട് എപ്പം പറയുന്ന ആരാ സ്നേഹം കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം, ഇല്ലാണ്ട് ഒരിക്കലും സ്നേഹം കിട്ടില്ല. അല്ലാണ്ട് തരുന്നതിൽ ഫേക്ക് അല്ലാണ്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. സ്നേഹം കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ പൈസ ഇതൊക്കെ ഉണ്ടാകുമ്പോ അങ്ങോട്ട് ചെലവൊക്കെ ചെയ്യുമ്പോ ആൾക്കാർ കൂടെ നിൽക്കും, അങ്ങനെയാണോ? ഇത് അവന് അങ്ങനെ വന്നപ്പോ അവന്റെ ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ ആൾക്കാരാണ്. ലൈക്ക് അവന്റെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പൊ അവന്റെ കൂടെ നിൽക്കാം, എന്തെങ്കിലും അവന്റെ കൂടെ ആൾക്കാർ നിൽക്കുന്നുള്ളൂ. ഇപ്പൊ അവന്റെ കൂടെ നിൽക്കാൻ കാരണം എന്താ വെച്ചാല് ഇപ്പൊ ആൾക്കാർ നിൽക്കുന്ന അവന് ഫെയിം ഉണ്ട്, ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് ആൾക്കാർ പിന്നെ അപ്രോച്ച് ചെയ്യുന്നു.